സർവ്വസജ്ജമാകുന്നുണ്ട് സർക്കാരിന്റെ സംവിധാനങ്ങൾ. ഈ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിച്ച് ആശുപത്രികളിലേക്ക് മാറ്റുന്നു. അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. സമീപത്തുള്ള എല്ലാ ആശുപത്രികളും സജ്ജമാകുന്നു. കൂടുതൽ പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതടക്കമുള്ള നടപടികൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. ആശുപത്രിയിലേക്ക് ഈ ആളുകളെ, അപകടത്തിൽപ്പെട്ടവരെ മാറ്റുന്ന ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ അല്പം കൂടി വ്യക്തത, കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് 242 യാത്രക്കാരാണ്. അതിൽ 12 പേർ ക്രൂ അംഗങ്ങളാണ്. ബാക്കി 230 പേർ യാത്രക്കാരാണ്. എത്ര പേരെ, എത്രത്തോളം വലിയ ആഘാതത്തിൽ ഈ അപകടം ബാധിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ചോദ്യം ഇപ്പോഴും അവിടെ നിൽക്കുന്നു. വലിയൊരു ആകാശ ദുരന്തമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ലണ്ടനിലേക്ക് പറന്നുയരുന്നതിനിടയിലാണ് അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണിരിക്കുന്നത്. വിമാനം കത്തിയിട്ടുണ്ട്. അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ രക്ഷാപ്രവർത്തനത്തിനായി പുറപ്പെട്ടിരിക്കുന്നു. പോലീസിൻ്റെ സർവ്വസന്നാഹങ്ങളും അവിടേക്ക് തിരിക്കുന്നു. വിമാനത്താവളത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ മുഴുവനായി ആ വിമാനം തകർന്നു വീണ സ്പോട്ടിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അവിടേക്ക് ഫയർ എഞ്ചിനുകളൊക്കെ പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ നടുക്കമാണ്. ജനവാസ മേഖലയോട് ചേർന്നാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. വലിയ നടുക്കം ആളുകൾക്കുണ്ട്. അവിടേക്ക് ആളുകൾ ഓടിക്കൂടുന്നതൊക്കെ നേരത്തെ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടു. ആളുകളെ നിയന്ത്രിക്കാനുള്ള, ഈ അപകട മേഖലയിലേക്ക് ആളുകൾ എത്തുന്നത് തടയാനുള്ള നടപടികൾ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്ന പുതിയ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. 1:38 ഈ വിമാനം പറന്നുയരുന്നത്. 1:40 വിമാനം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതായത് പറന്നുയർന്ന് വെറും 2 മിനിറ്റിനകം ഈ വിമാനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഗ്രാഫിക് ദൃശ്യമൊക്കെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി തുടരുന്നു. ശ്രീനാഥ്, പുതിയ വിവരങ്ങൾ. ശ്രീനാഥിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ഇപ്പോൾ എസ് വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജയകുമാർ, ഈ യാത്രക്കാരെ ഇതെങ്ങനെയാണ് ബാധിച്ചത് എന്നത് സംബന്ധിച്ചുള്ള അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതൊരു ആകാശ ദുരന്തമായി മാറിയിരിക്കുന്നു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. യാത്രാവിമാനം അപകടത്തിൽപ്പെടുമ്പോൾ സ്വാഭാവികമായും അത് എത്രത്തോളം വലിയ ദുരന്തമായി മാറും എന്നുള്ള കാര്യം നമുക്കറിയാം. പുതുതായി പുറത്തുവരുന്ന വിവരങ്ങൾ എന്താണ് വിജയകുമാർ? റിജിത്ത്, ഈ വിമാനം ഏതാണ്ട് 1:40 അപകടത്തിൽപ്പെട്ടത്. 1:38 പറന്നുയർന്ന വിമാനമാണ്. അത് പറന്നുയർന്നതിന് തൊട്ട് പിന്നാലെ അപകടത്തിൽപ്പെട്ടു എന്നാണ് ഈ ഘട്ടത്തിൽ വരുന്ന വിവരം. അത് അവിടെ അഹമ്മദാബാദ് നഗരത്തിലെ മെഖാന എന്ന് പറയാവുന്ന ഒരു ജനവാസ മേഖലയിലെ ഒരു കെട്ടിടത്തിൽ ഇടിച്ച് ഇറങ്ങി എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഈ പരിക്കേറ്റവരെ അഹമ്മദാബാദിലെ സിറ്റി സിവിൽ ആശുപത്രിയിലേക്ക് ഇപ്പോൾ അടിയന്തരമായി മാറ്റുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ഈ എത്ര പേർക്ക് പരിക്കുണ്ട്, എന്താണ് അവരുടെ അവസ്ഥ, അത്തരം വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. 230 യാത്രക്കാരും 12 വിമാന ജീവനക്കാരും ഉൾപ്പെടെ 242 പേരാണ് ആ വിമാനത്തിലുണ്ടായിരുന്നത്. അത് വലിയൊരു വിമാനമാണ്. അതിൽ വഹിക്കാൻ പറ്റാവുന്ന ആളുകളുടെ ഏതാണ്ട് പരമാവധി യാത്രക്കാരും ക്രൂ എന്ന നിലയിലുണ്ടായിരുന്നു. 2 പൈലറ്റ് ഉൾപ്പെടെ വിമാന ജീവനക്കാരുൾപ്പെടെ ഏതാണ്ട് 242 പേര് ആ വിമാനത്തിലുണ്ടായിരുന്നു. ആ വിമാനം പറന്നുയർന്നതിന് തൊട്ട് പിന്നാലെ അപകടത്തിൽപ്പെട്ടു എന്ന വിവരമാണ് വരുന്നത്. 1:50 അവിടെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്തു. രക്ഷാദൗത്യത്തിന് തൊട്ടു പിന്നാലെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഒരു ജനവാസ മേഖലയിൽ ഒരു കെട്ടിടത്തിൽ ഇടിച്ച് വിമാനം തകർന്നു എന്ന വിവരമാണ് വരുന്നത്. ഒരുപക്ഷെ പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ അതിനെന്തെങ്കിലും സാങ്കേതിക തകരാറോ അല്ലെങ്കിൽ വിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യമോ ഉണ്ടായി കാണണം. അല്ലെങ്കിൽ പറന്നുയർന്നതിന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ, ഏതാണ്ട് 1-2 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ദുരന്തം സംഭവിക്കുകയായിരുന്നു. നമ്മൾ സമീപകാലത്തൊന്നും ഇത്രയും വലിയ ഒരു യാത്രാവിമാന ദുരന്തം രാജ്യത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആഘാതം വലുതാണ് എന്ന പ്രാഥമിക സൂചനകളാണ് വരുന്നത്. ഇതിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക്, അഹമ്മദാബാദിലെ സിറ്റി സിവിൽ ആശുപത്രിയിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. അതിൽ എന്താണ് അവരുടെ ആരോഗ്യനില എന്നൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഔദ്യോഗിക സ്ഥിരീകരണം, അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അടിയന്തരമായി രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണ്. അവിടെ ആ നഗരത്തിലുള്ള മുഴുവൻ ആംബുലൻസുകളും ഇപ്പോൾ ആ വിമാനത്താവള പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിമാനത്താവളത്തിലെ പ്രധാനപ്പെട്ട ഈ അഗ്നി രക്ഷാ സംവിധാനങ്ങളാകെ ഈ അപകട മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. നഗരത്തിലെ മുഴുവൻ ഫയർ എഞ്ചിനുകളും എന്ന് നമ്മൾ പറയുന്ന ഈ അഗ്നിശമന സേനാ വിഭാഗങ്ങളുടെ മുഴുവൻ യൂണിറ്റുകളും അവിടെ വിന്യസിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. തീ ആളിക്കത്തുന്ന ദൃശ്യങ്ങളടക്കം വരുന്നുണ്ട്. ആ മേഖലയിൽ നിന്ന് തീ ആളുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് അപകടത്തിൻ്റെ ആഘാതം വലുതാണെന്നാണ് പ്രാഥമിക സൂചനകൾ. അതിൻ്റെ മറ്റു വിവരങ്ങൾ ഒരുപക്ഷെ വരാനിരിക്കുന്നതേ ഉള്ളൂ. 2 പൈലറ്റ്, 10 ക്യാബിൻ ക്രൂ ഉൾപ്പെടെ 12 പേരാണ് ക്രൂ എന്ന നിലയിൽ വിമാനത്തിലുണ്ടായിരുന്നത്. 230 യാത്രക്കാരും അതിലുണ്ടായിരുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായും അവിടെ
അഹമ്മദാബാദ് പോലീസ് കമ്മീഷണറുമായും ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന വിവരം വരുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സംസാരിച്ചു. യാത്രക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്.